ഇപ്പോൾ ഗൈസ് വേടൻ സർക്കാർ പരിപാടിയിലേക്ക് വീണ്ടും ആസ് ഐ എക്സ്പെക്റ്റഡ്. വേടൻ കയറിയാൽ ഒരു സാധനം പറയുമെന്ന് വിചാരിച്ചു, പറഞ്ഞിട്ട് കൊടുത്തു. കാണും, നിങ്ങളെന്നെ കാണുന്നതും നിങ്ങളെന്നെ കേൾക്കുന്നതും ഞാൻ നിങ്ങളുടെ സഹോദരൻ എന്നൊന്നും എനിക്ക് വലിയ കാര്യമാണ്. ഞാൻ ഒരുപാട് ഇടങ്ങളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആവുന്നില്ലേ മക്കളെ? നിങ്ങൾ ഉണ്ട് 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 എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആവാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ പലയിടങ്ങളിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അനിയന്മാര്, എന്നെ കേൾക്കുന്ന കൊച്ചനിയന്മാരും അനിയത്തിമാരും വേടന്റെ കുറെ ദുശീലങ്ങൾ ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക. എനിക്കിത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്കാണ് വളർന്നു വന്നത്. ഞാൻ തിരുത്താനും എന്നെ തിരുത്തപ്പെടാനുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിലാണ് വന്നിട്ടുള്ളത്. വേടൻ എന്നൊരു വ്യക്തി പൊതുസ്വത്താണ്. നിങ്ങളുടെ ചേട്ടനും അനിയനും ഒക്കെയാണ് ഞാൻ. നിങ്ങൾക്ക് പറയാനുള്ളത് എൻ്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ നിങ്ങളുടെ മുന്നിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പൊ എന്നെ കണ്ട് ചില കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക. എന്നെ സ്നേഹിക്കുന്ന, എന്നെ കാണാൻ നിങ്ങളുടെ വിലപ്പെട്ട സമയം ചിലവാക്കിയോട്. അപ്പൊ ഇതാണ് വേടൻ പറഞ്ഞ വാക്കുകൾ. ചെയ്ത തെറ്റെല്ലാം പറഞ്ഞ് എല്ലാവർക്കും ഒരു മെസ്സേജ് കൊടുത്ത്. അപ്പൊ അതൊരു നല്ല കാര്യമാണ്. പിന്നെ FB-യിൽ ഒരു പോസ്റ്റ് കണ്ട്, വേടനെ ലാസ്റ്റ് പാടിയ പാട്ട് കാമുകിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു. റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഒന്നും എവിടെയും അവര് പുറത്തു വിട്ടിട്ടുണ്ടായിട്ടില്ല. FB പോസ്റ്റ് എന്താണെന്ന് ഞാൻ സൈഡിൽ നോക്കാം. അറിയത്തില്ല ഇനി റിയൽ ആണോ എന്ന്. പിന്നെ അതിന്റെ കമന്റ് ആണെങ്കിൽ തീരെ വായിക്കാനും പറ്റുന്നില്ല. ഫുള്ള് വേടന്റെ അമ്മ മരണപ്പെട്ടിട്ട് 4 വർഷങ്ങളായി. അത് ഇപ്പം എന്തോ ഒരു അന്വേഷണം നടത്തി കണ്ടെത്തിയ കുറ്റാരോപണം പോലെയാണ്. ശ്രീലങ്കൻ വംശജയാണ് വേടന്റെ അമ്മ എന്ന് ഈ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നത്. സോഷ്യൽ ക്രിമിനൽ എന്ന പേരായിട്ടുള്ള തൻ്റെ ആൽബം, ഒരുപക്ഷെ വേടൻ തന്നെ പറയുന്നത്, എന്നെ പെറ്റല്ലോ കല്ലുപോലൊരുത്തി, അവളെ ജാഫ്നയിൽ നിന്ന് ആരോ തുരത്തി. എന്നെ പെറ്റല്ലോ കല്ലുപോലൊരുത്തി, അവളുടെ ഉദരത്തിൽ നിന്ന് ഉരുവം കൊണ്ടത് പരുത്തിയല്ലോ, എരിക്കും തീ പോലൊരുത്തൻ. ദലിതനായിട്ടുള്ള ഒരാളുടെ പിതൃത്വത്തിൽ നിന്ന്, അഭയാർത്ഥിനിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ മാതൃത്വത്തിൽ നിന്ന് ഉരുവം കൊണ്ട് ആ എരിക്കും തീ പോലെ ഒരുത്തൻ എരിക്കുകയാണ് അവന്റെ വാക്കുകളിലൂടെ, അവന്റെ കവിതയിലൂടെ, പാട്ടിലൂടെ, സംഗീതത്തിലൂടെ. തീയാണ്, അക്ഷരാർത്ഥത്തിൽ തീയാണ്. ആ തീയാണ് ഈ കേരളത്തെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കത്തിച്ചുകൊണ്ടിരിക്കുന്നത്.